ഒരിക്കൽ വിവാദമായി പിന്നീട് പുതുക്കാതിരുന്ന ഹെലികോപ്റ്റർ കരാർ വീണ്ടും അംഗീകരിക്കുകയാണ് സർക്കാർ. 20 മണിക്കൂർ പറക്കാൻ 80 ലക്ഷം രൂപയാണ് ചെലവ്. അധിക മണിക്കൂർ നൽകേണ്ട ചെലവ് 90,000 രൂപ. കൊടിയ സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് ആ ഹെലികോപ്റ്റർ ധൂർത്ത് എന്നാരോപിക്കുകയാണ് പ്രതിപക്ഷം. എന്താണ് കൊടിയ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലമാണ് അത്. പല അർത്ഥത്തിൽ ആ സാമ്പത്തിക പ്രതിസന്ധി കേരളത്തിന് മുന്നിൽ അനാവരണം ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു വല്ലാത്ത കാലത്ത് 80 ലക്ഷം രൂപ വാടക വെച്ച് ഹെലികോപ്റ്റർ ഇറക്കേണ്ട സാഹചര്യം എന്താണ്? ഇനി ഇരിക്കാൻ നേരം കിട്ടില്ല എന്നാണ് സ്വാമി പറയണത്. മുണ്ടുമുറുക്കിയെടുക്കുന്നതിന് വേണ്ടി കേരള ജനതയോട് ആഹ്വാനം ചെയ്ത കാലഘട്ടം നമുക്ക് ഓർമ്മയുണ്ടാകും. അത് ആദ്യമായിട്ടല്ല. ഹെലികോപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വിവാദം സൃഷ്ടിക്കുന്നതിന് വേണ്ടി, കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി കേരളത്തിലെ കോൺഗ്രസും മാധ്യമ സമൂഹവും തയ്യാറാകുന്നു. അതിനൊന്നും ഇല്ലേ? തുടർന്ന് കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ, കേരളത്തിലെ കോൺഗ്രസ്, UDF വലിയ കോലാഹലങ്ങൾ കേരളത്തിൽ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തി. നിരവധി ദിവസം നമ്മളത് ചർച്ച ചെയ്തു. എന്തിനാണ് ഹെലികോപ്റ്റർ എന്നുള്ളതിനെ സംബന്ധിച്ച് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞു. കേരളത്തിന്റെ പൊതുസമൂഹം ഞങ്ങളെ കേട്ടു. മുന്നോട്ട് വെച്ച ഈ പവൻഹാൻസ് ഹെലികോപ്റ്ററിന് ഞാൻ അന്വേഷിച്ചപ്പോൾ അന്ന് ചെലവാക്കിയത് 23 കോടി രൂപയാണ്. 23 കോടി രൂപ ചെലവാക്കിയതിന് നമുക്കിട്ട് റിട്ടേൺ എന്താണ് ഹർഷോ? നിരവധിയായിട്ടുള്ള കാരണങ്ങളോട് ആരോഗ്യ രക്ഷാ പ്രവർത്തനം, വ്യോമ നിരീക്ഷണം, തീരദേശ നിരീക്ഷണം, വനമേഖലയിലെ നിരീക്ഷണം, മാവോയിസ്റ്റ് ഭീഷണിയുള്ള മേഖലകളിലെ നിരീക്ഷണം. നിങ്ങൾ സൂചിപ്പിക്കുന്നത് പോലെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കുന്നതിന് വേണ്ടിയല്ല ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിട്ടുള്ളത്. നല്ല മനുഷ്യൻ, ഞാൻ തെറ്റിദ്ധരിച്ചു. അടിയന്തര ഘട്ടങ്ങളിലെ VIP-കളുടെ സഞ്ചാരം തുടങ്ങി ആവശ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് കേരള പോലീസ് ഈ നിലയിൽ ഒരു ലീസ് കരാറിന് 23 കോടി രൂപ മുടക്കിയതിന് പവൻഹാൻസ് ഒരു വർഷക്കാലത്തെ കരാറിനിടയിൽ ആ ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിന്റെ വിവിധ അനുഭവങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. ഹെലികോപ്റ്റർ ഒരു വർഷം ഇവിടെ പിടിച്ചിട്ട കാലത്ത് എന്തൊക്കെ സേവനങ്ങൾ സംസ്ഥാനത്തിന് ഹെലികോപ്റ്റർ നൽകി എന്നതിനെ കുറിച്ച് പലയാവർത്തി അന്വേഷിച്ചിട്ടും ഒരു ഉത്തരമില്ലാത്തതുകൊണ്ടാണ് ഉത്തരം അറിയാകുമായിരിക്കുന്ന ആശ്രയോടെ ചോദിക്കുന്നത്. 23 കോടി രൂപ മുടക്കിയിട്ട് എന്ത് സേവനം കേരളത്തിന് കിട്ടി? അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ലല്ലോ. നിരവധിയായിട്ടുള്ള സാഹചര്യങ്ങളിൽ ഈ നാട്ടിലെ ജനതയ്ക്ക് വേണ്ടി, ഈ നാട്ടിലെ അവസാന മനുഷ്യന് വേണ്ടി നടത്തിയിട്ടുള്ള ഇടപെടലുകൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു. നിരവധിയായിട്ടുള്ള സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടലുകളെ സംബന്ധിച്ച് തീരദേശത്തെ, അതേപോലെ തന്നെ വനമേഖലയിലും ആവശ്യ ഭീഷണികളുള്ള പ്രദേശങ്ങളിലെ വേഗമായി പറഞ്ഞു പോവാതെ ഒരു മാറ്റമില്ലല്ലോ. മുണ്ടുമുറുക്കി കൊടുക്കാൻ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി നമ്മളോട് നേരിട്ട് പറഞ്ഞതിന്റെ അനുഭവം കേരളത്തിലെ ജനം മുണ്ടുമുറുക്കി കൊടുക്കണം എന്ന് പറഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധി അല്ല, കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഇല്ല എന്നാണ് ആർഷോ പറയുന്നത്. ഞാൻ അംഗീകരിക്കാം. അതിനേക്കാൾ നല്ലത് എന്റെ ശവം എടുക്കണതല്ലേ. കേരളത്തെ സാമ്പത്തികമായി ഉപരോധിക്കുന്നതിന് വേണ്ടി, കേരളത്തിന് മുകളിൽ സാമ്പത്തിക ഉപരോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ ഇടപെടലുകളെ സംബന്ധിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ പൊതുസമൂഹത്തിന് മുൻപിലേക്ക് വലിയ ചർച്ച ഉയർത്തിക്കൊണ്ടുവരണം എന്ന് ആവർത്തിച്ച് ആവശ്യപ്പെടുന്ന ആളുകളാണ് ഞങ്ങൾ. ആർഷോ, കേന്ദ്രത്തിന്റെ സമീപനം കൊണ്ടാണെങ്കിലും കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടോ? കേരള സർക്കാർ എടുത്തിട്ടുള്ള തെറ്റായ ഒരു സാമ്പത്തിക നയത്തിന്റെയും ഭാഗമായി കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധി രൂപപ്പെട്ടു വന്നിട്ടില്ല. നിന്നോട് ആര് പറഞ്ഞു ഈ വിട്ടിത്തം? കേന്ദ്രത്തിന്റെ കുറ്റമുണ്ട്, പക്ഷേ ഇവിടെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് ചർച്ച സംസ്ഥാനത്ത് ഒരു സാമ്പത്തിക പ്രതിസന്ധിയുടെ അന്തരീക്ഷം ഉണ്ടോ? PM ആർഷോ, ഗൗരവമായി ചർച്ച ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ഞാൻ ആ കാര്യത്തിൽ ആർഷോയ്ക്കൊപ്പമാണ്. കേന്ദ്രത്തിന് കുറ്റമുണ്ട്. ഇനി കേന്ദ്രത്തിന്റെ കുറ്റം കൊണ്ടാണെങ്കിലും സംസ്ഥാനത്ത് ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടോ? ഭാരിച്ച ചോദ്യം ചോദിച്ച് എന്നെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട. ഉച്ചക്കഞ്ഞി വെച്ചവർക്ക് കൊടുക്കാൻ പണമില്ല. KSRTC ശമ്പളം, പെൻഷൻ 20,000 അഡ്വാൻസ് എടുക്കാൻ പോയപ്പോൾ സർവർ തകരാറ്. 84 ലക്ഷം പേർക്ക് കിറ്റ് കൊടുത്ത സ്ഥലത്ത് കേവലം 6 ലക്ഷം പേർക്ക് കിറ്റ് കൊടുക്കാൻ സർക്കാർ കിടന്ന് ചക്രശ്വാസം വലിച്ചത് കണ്ടതാണ്. സാമ്പത്തിക പ്രതിസന്ധി ഇല്ല അല്ലേ? സാമ്പത്തികമായി ഒരു സംസ്ഥാനത്തെ ശ്വാസം മുട്ടിക്കുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകളെ സംബന്ധിച്ച് ചർച്ച ചെയ്യേണ്ടുന്ന ഗൗരവത്തിൽ ചർച്ച ചെയ്യാതിരിക്കുകയും കേരളത്തിൽ മുഖ്യമന്ത്രിക്ക് യാത്ര ചെയ്യുന്നതിന് വേണ്ടി ഹെലികോപ്റ്റർ ഇറക്കി അതാണ് കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയും നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമം, ആ ശ്രമം നിഷ്കളങ്കല്ല. എന്തോന്നാണോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഒരു ഹെലികോപ്റ്റർ മാത്രം ആക്കണ്ട ശ്രീഹാഷ്മി. എന്തിനാ ഹെലികോപ്റ്റർ മാത്രം ആക്കുന്നത്? ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് ദീപാവലിക്ക് ഈ ആകാശത്തേക്ക് പറത്തിവിടാനായിട്ട് 5-6 റോക്കറ്റുകളും ഇടയ്ക്ക് ചന്ദ്രനിലേക്ക് ഒന്ന് പോകാനായിട്ട് അത്തരത്തിലുള്ള പേടകവും, മുഖ്യമന്ത്രിയുടെ 20-30 വാഹന വ്യൂഹം വെച്ചിട്ടുള്ള ഷോയിൽ വഴിയിലൊന്ന് ക്രോസ് ചെയ്യുവാൻ കഴിയാതെ നിൽക്കുന്ന സ്കൂൾ കുട്ടികൾക്കും അത്യാവശ്യത്തിന് മരുന്ന് വാങ്ങാൻ പുറത്തു പോകുമ്പോഴത്തേക്കും മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം വരുന്നു, അതുകൊണ്ട് മാറി നിൽക്കണമെന്ന് പറയുന്ന സാധാരണ മനുഷ്യന്മാർക്കും സമയത്ത് തൊഴിലിടത്തിലേക്ക് എത്താൻ കഴിയാത്ത സാധാരണ ആളുകൾക്കുമൊക്കെ എന്തായാലും ഇത് ഗുണപ്രദമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. നീ എന്തിനാണ് ഈ ലോകത്ത് ജനിച്ചിരിക്കുന്നറിയാം? എന്റെ കാലിലായിട്ട് ഇവിടെ ശ്രീ ഇടതുപക്ഷത്തിന്റെ സ്നേഹിതൻ, അദ്ദേഹം ഇവിടെ കേരളത്തിനകത്ത് ഒരു പ്രതിസന്ധിയുമില്ല, മുണ്ട് മുറുക്കി കൊടുക്കാൻ കേരളത്തിൽ ഒരു മന്ത്രിയും ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അത് പൊക്കി കാണിക്കുന്ന സമീപനമല്ലേ സംസ്ഥാന സർക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്?
ഈ ചിങ്ങമാസം 1-ാം തീയതിയിൽ കേരളത്തിലെ കർഷകർ കരിദിനം ആചരിച്ചു. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ആഹ്വാന പ്രകാരമല്ല. ഓണത്തിന് നമ്മുടെ നാട്ടിലെ കർഷകരുടെ പട്ടിണി സമരം ഉണ്ടായിരുന്നു ശ്രീ ഹാഷ്മി. ഉദ്യോഗാർത്ഥികളുടെ ഉണ്ണാവൃതം ഉണ്ടായിരുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിൽ. ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്, മുതലാളി ഒരു ചെത്തിയാണ്. 88 ലക്ഷം ആളുകൾക്ക് ഓണക്കിറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന സർക്കാർ ആകെ 6 ലക്ഷം ആളുകൾക്ക് മാത്രമാണ് കൊടുത്തത്. കാരണം എന്താ? സപ്ലൈകോയിലെ വിതരണക്കാർക്ക് 700 കോടി രൂപ കടമാണ്. അദ്ദേഹത്തിന് അത് നിഷേധിക്കാനാവില്ല. ഇതിന്റെയൊക്കെ പശ്ചാത്തലം ഇവിടെ നിൽക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുക. ക്ഷേമ പെൻഷനുകളെ പറ്റി വാദോരാതെ സംസാരിക്കുന്ന ആളുകളാണല്ലോ. ക്ഷേമ പെൻഷനുകൾ മുടക്കം വന്നുകൊണ്ടിരിക്കുന്നില്ലേ? KSRTC പെൻഷൻ മുടക്കം വരുന്നില്ലേ? എന്തിനേറെ പറയുന്നു, ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുവാൻ പോകുന്ന സഹകരണ വകുപ്പിലെ ജീവനക്കാർക്ക് അവർക്ക് കൊടുക്കുന്ന ഇൻസെന്റീവ് പോലും മുടക്കി വെച്ചിരിക്കുന്ന ഒരു സർക്കാരാണ് ഈ സർക്കാർ. സാമ്പത്തിക പ്രതിസന്ധി ഇല്ലാത്ത സംസ്ഥാനമാണ് എങ്കിൽ എന്തിനാണ് ഇവർ വെള്ളക്കരം വർദ്ധിപ്പിച്ചത്? ഇവരെന്തിനാണ് വൈദ്യുതി കരം വർദ്ധിപ്പിച്ചത്? ഇവരെന്തിനാണ് കെട്ടിട നികുതി വർദ്ധിപ്പിച്ചത്? ഇവരെന്തിനാണ് രജിസ്ട്രേഷൻ ഫീസ് വർദ്ധിപ്പിച്ചത്? ഇവരെന്തിനാണ് നമ്മുടെ നാട്ടിലെ അടഞ്ഞു കിടക്കുന്ന കെട്ടിടങ്ങൾക്ക് പ്രത്യേക നികുതി വേണമെന്ന് പറഞ്ഞത്? ഹെലികോപ്റ്റർ ഒറ്റപ്പെട്ട സംഭവമാണോ? 7 വർഷത്തിനിടയിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രി 7 വർഷത്തിനിടയിൽ മാറിയത് 4 കാറുകളാണ് ശ്രീ ഹാഷ്മി. ഇന്നോവയുടെ പഴയ മോഡൽ, പുതിയ മോഡൽ, ക്രിസ്റ്റ, കാർണിവൽ 4 മോഡൽ മാറി. ഒരു പ്രത്യേക ടൈപ്പാണ്. സാധാരണ മനുഷ്യൻ കാറിന്റെ ടയർ മാറുന്ന ലാഘവത്തിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി കാറ് മാറിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല 1 കോടി രൂപയുടെ സത്യപ്രതിജ്ഞ ദൂരത്തിൽ തുടങ്ങി 99 ലക്ഷം രൂപയുടെ ക്ലിഫ് ഹൗസിന്റെ ആദ്യഘട്ട മെയിൻ്റനൻസ്. അവിടെ മുഖ്യമന്ത്രിയുടെ വീട്ടിലെ കന്നുകാലി തൊഴുത്തിന് ഇപ്പോഴും 42 ലക്ഷം രൂപയുടെ ബില്ലാണ് എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കല്ലേ? മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിനകത്തെ നീന്തൽക്കുള നവീകരണത്തിന് 32 ലക്ഷം രൂപ. മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസ് ആകെ 2 നില മാത്രമുള്ള കെട്ടിടം, ആ കെട്ടിടത്തിൽ ലെഫ്റ്റ് പിടിപ്പിക്കാനായിട്ട് 25 ലക്ഷം രൂപ. മുഖ്യമന്ത്രിയുടെയും പരിവാരങ്ങളുടെയും 84 വിദേശയാത്രകൾ. ടെന്നീസ് കോർട്ടിലെ ഉദ്യോഗസ്ഥ മേലാളന്മാർക്ക് ഒരുമിച്ചിരുന്ന് ചീട്ട് കളിക്കാനും മദ്യപിക്കുവാനും വേണ്ടി മാത്രം 19 ലക്ഷം രൂപ കേരളത്തിന്റെ പൊതുഖജനാവിൽ നിന്ന് മാറ്റിവെച്ചിട്ടാണ് കാരുണ്യ ബെനവലന്റ് ഫണ്ടിലേക്ക് ചികിത്സ തേടി വരുന്ന അത്തപ്പാവിയോട്, നമ്മുടെ നാട്ടിലെ അത്താഴപ്പെട്ട ഭക്ഷണിക്കാരനോട് പറയുന്നത് കാരുണ്യ ബെനവലന്റ് ഫണ്ടിൽ പണമില്ല എന്ന് പറയുന്ന ഒരു സർക്കാർ. മുണ്ടു മുറുക്കി കൊടുക്കാൻ ഇവർ പറയുന്നില്ല എങ്കിലും അങ്ങനെ മുറുക്കി കൊടുത്ത് തന്നെ നമ്മൾ കൊടുക്കുന്ന നികുതി പണത്തിൽ 23 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ഹെലികോപ്റ്ററിനായിട്ട് കഴിഞ്ഞ കാലഘട്ടത്തിൽ മാറ്റിവെച്ചത്. അതിനു വേണ്ടിയിട്ട് 23 കോടി രൂപയുടെ എന്തെല്ലാം യൂട്ടിലിറ്റി പെർസെന്റേജ് ഏതെല്ലാം കാര്യത്തിൽ ഉപയോഗിച്ചു എന്ന് പറയാനായിട്ടുള്ള ഒരു ആർജവം ശ്രീ ആഷു എന്ന് പറയുന്ന ഇടതുപക്ഷത്തിന് പ്രതിക്കുണ്ടോ? നിർത്തി അവമാനിക്കുവാണെന്ന് ഇപ്പൊ തന്നെ നോക്കൂ ശ്രീ ഹാഷ്മി, ഹെലികോപ്റ്ററിന്റെ വാടക മാത്രമാണ് 80 ലക്ഷം രൂപ. അങ്ങനെ വരുമ്പോൾ 12 മാസം 1 വർഷം 96 ലക്ഷം രൂപ വാടക മാത്രം. അതിന്റെ മെയിൻ്റനൻസ് കോസ്റ്റ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ 1 വർഷത്തേക്കിന് ഹെലികോപ്റ്ററിന്റെ ചെലവ് 12 കോടി രൂപയാണ് മിനിമം. എന്തായാലും SFIക്കാർ ക്യാമ്പസിൽ സ്വന്തമായിട്ട് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുകയാണല്ലോ. കോളേജുകളുടെ ഒന്നും ആവശ്യമില്ല എന്നാണല്ലോ ഇവർ തന്നെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ യൂണിവേഴ്സിറ്റി കോളേജ് അങ്ങ് ഇടിച്ചു നിർത്തുന്നേ, അതൊരു പാർക്കിംഗ് ഗ്രൗണ്ട് ആക്കി ആ അതിദരിദ്രരുടെ നെഞ്ചത്തോട്ട് വെക്കണം സാർ. ഈ വീട്ടിലെ ഏറ്റവും വലിയ ദുരന്തമാണ് ഇവ. അതിലാണ് കേരളത്തിൽ ദരിദ്രരായ മനുഷ്യരുടെ എണ്ണത്തിൽ കുറവുണ്ടാക്കുന്ന നിലയിലേക്ക്, കേരളത്തിലെ മനുഷ്യരുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കുന്ന നിലയിലേക്കുള്ള വിവിധങ്ങളായ ഇടപെടലുകളും പദ്ധതികളുമായിട്ട് കേരളത്തിലെ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും ഞങ്ങൾക്ക് അത്ര വിശ്വാസം പോരാ. അങ്ങനെ കേരളത്തിലെ ജനങ്ങളുടെ ജീവിതം ഏറ്റവും മികച്ചതാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക നയങ്ങൾ സ്വീകരിച്ച്, നിലപാടുകൾ സ്വീകരിച്ച്, പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് കേരളത്തിലെ 1ാം പിണറായി സർക്കാരും 2ാം പിണറായി സർക്കാരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ശരി, കേന്ദ്ര നയം കൊണ്ട് നമ്മുടെ ട്രഷറിയിൽ പൂച്ചവെച്ച് കിടക്കുന്നു. അങ്ങനെ പൂച്ചവെച്ച് കിടക്കുന്ന ട്രഷറിക്ക് താങ്ങാവതാണോ മാസം 80 ലക്ഷം രൂപത്തിന്റെ അനാവശ്യ ഹെലികോപ്റ്റർ? ആർഷോ, എത്ര നേരമാണ് ചോദിക്കുന്നു? എന്തെങ്കിലും ഒന്ന് പറയണ. ശരി, അല്ലാതെ ധനദൂർത്ത് കൊണ്ടല്ല, ഒന്നും കൊണ്ടല്ല. കേന്ദ്ര പ്രതിസന്ധി മാത്രമാണെന്ന് വെക്കൂ. കേന്ദ്രത്തിന്റെ സമീപനം കൊണ്ട് മാത്രം ഉണ്ടാകുന്ന പ്രതിസന്ധിയാണെന്ന് വെക്കൂ. എന്താ പ്രതിസന്ധിയാണല്ലോ. ആ പ്രതിസന്ധി കാലത്ത് കൃത്യമായി എന്തിനു വേണ്ടിയാണ് എന്ന് പറയാൻ കഴിയാത്ത ഒരു ഹെലികോപ്റ്റർ എന്തിനാണെന്ന് 80 ലക്ഷം ഇറക്കിയിട്ടിരിക്കുന്നത്? അവനൊന്നും അറിയില്ല താമോ. ഈ പ്രതിസന്ധിക്കിടയിലും കേരളത്തിലെ ജനത പ്രതിസന്ധിയിൽ പോകാതിരിക്കുന്നതിന് വേണ്ടി, അവർ സാമ്പത്തികമായി ബുദ്ധിമുട്ടിലേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടി നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. അതിനാണോ ഹെലികോപ്റ്റർ ഉൾപ്പെടെ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. കർഷകരുടെ പെൻഷൻ ഉൾപ്പെടെ നൽകുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തിക്കൊണ്ട് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു. ഒരു സാമ്പത്തിക ഉപരോധം കേരളത്തിലെ സാധാരണക്കാരായ തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല. നല്ല പ്രായം വല്ല പണിക്ക് പോയി. കേന്ദ്ര നയം കൊണ്ടാണെങ്കിലും ഇവിടുത്തെ ധനദൂർത്ത് കൊണ്ടാണെങ്കിലും ഇവിടെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്. ആ സാമ്പത്തിക പ്രതിസന്ധി കാലം മറികടക്കാനാണ് പാവങ്ങളുടെ തലയിൽ ഇവിടെ അല്ലെങ്കിൽ തന്നെ നടുപൊടിഞ്ഞു നിൽക്കുന്ന പാവങ്ങളുടെ തലയിൽ അധിക നികുതി അടിച്ചേൽപ്പിച്ചത് ആ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടാണ്. ആർഷോ, ക്ലിഫ് ഹൗസിലെ നീന്തൽക്കുളം ആവർത്തിച്ച് നവീകരിക്കാൻ, അവിടെ ക്ലിഫ് ഹൗസിലെ നീന്തൽക്കുളം ആർക്ക് വേണ്ടിയാണ് നീന്തൽക്കുളം ആവർത്തിച്ച് നവീകരിക്കാൻ ലക്ഷങ്ങൾ മുടക്കാൻ പ്രതിസന്ധി പ്രശ്നമല്ലേ?
ഈശ്വര ഇതൊക്കെ എന്റെ തലയിലാവൂലോ. ഈ മതിലും കാലിത്തൊഴുത്തിന് 42 ലക്ഷം രൂപ കെട്ടാൻ ഈ പ്രതിസന്ധി ബാധകമല്ലേ? ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാം സർ. 6 മാസത്തിനുള്ളിൽ ക്രിസ്റ്റോവയും കിയാ കാർനോലും മാറി കളിക്കാൻ അത് ബാധകമല്ലേ? അല്ല, ഗവർണർക്ക് നിയമോപദേശം കൊടുക്കാൻ 44 ലക്ഷം എടുത്തു കൊടുക്കാൻ അത് ബാധകമല്ലേ? അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം, കുഴപ്പമില്ല. അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. തീരദേശ 23 കോടി രൂപ കൊടുത്ത് 23 കോടി രൂപ കൊടുത്ത പവൻ ഹാൻസിൽ 23 കോടി രൂപ മുടക്കിയ പവൻ ഹാൻസിന് 23 കോടി രൂപ മുടക്കിയ പവൻ ഹാൻസിന് കൊടുത്ത സേവനങ്ങൾ എന്ത് എന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ മതി. 23 കോടി രൂപ മുടക്കിയ ഇടപാടിൽ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് കിട്ടിയ സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് അക്കമിട്ട് പറയാം. ഇങ്ങനെ വേഗമായി പടർപ്പിൽ തല്ലി ഇങ്ങനെ പറഞ്ഞു പോവാതെ. ശരി, ഹൃദയം കൊണ്ടുപോയി 1. 2 എന്താ? ഏത് വാന നിരീക്ഷണം? എവിടെ വാന നിരീക്ഷണം? ഒരു കയ്യബദ്ധം കേരളത്തിലെ ഏത് ദുരന്തത്തിലാണ് പവൻ ഹാൻസ് ഹെലികോപ്റ്റർ സഹായമായത്? കേരളത്തിലെ ഏത് ദുരന്ത സമയത്താണ് പവൻ ഹാൻസ് ഹെലികോപ്റ്റർ സഹായകരമായത്? 1. എവിടെ വാന നിരീക്ഷണം നടത്തി പവൻ ഹാൻസ്? 2. സാർ, എന്റെ പണമാണ്, നിങ്ങളുടെ പണമാണ്. ശത്രുവിന് പോലും ഇങ്ങനെ ഒരു ഗതി വരുത്തില്ലേ. വിഷയങ്ങൾ, അതീവ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ 24 ഫ്ലോറിൽ ഇരുന്നുകൊണ്ട് ചർച്ച അത് പറഞ്ഞാൽ മതി തന്നെ. അത് പറഞ്ഞാൽ മതി. അതീവ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പറഞ്ഞാൽ മതി. അത് മാത്രം പറഞ്ഞാൽ മതി. രക്ഷപ്പെട്ടു. അത് വെളിപ്പെടുത്താൻ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? അല്ല, എന്തിനാണ് ന്യായീകരിക്കാൻ നിൽക്കുന്നത്? ഞാൻ തൃപ്തനാണ്. അതിന്റെ സേവനങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറല്ല. ശരി, ഈ പറഞ്ഞ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായത് കാരണം അത് വെളിപ്പെടുത്താൻ തയ്യാറല്ല എന്നങ്ങ് പറഞ്ഞാൽ മതി എന്നേ. എന്തിനാണ് വാന നിരീക്ഷണം എന്നോ മറ്റേ നിരീക്ഷണം എന്ന് പറയുന്നത്? എന്തിനാണ്? ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. അമ്മാതിരി വിവരക്കേടുകളല്ലേ ഇപ്പോൾ നമ്മളൊരു ചോദ്യം ഡയറക്റ്റായി ചോദിക്കുമ്പോൾ ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ആശങ്കപ്പെടുകയായിരുന്നു ഇദ്ദേഹത്തിന്റെ ഇപ്പോൾ ഈ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായിട്ട് വന്നിരിക്കുന്ന ആളുടെ ഒരു ചോദ്യക്കടലാസ്, പരീക്ഷ എഴുതുമ്പോൾ ഒരു ചോദ്യക്കടലാസ്, അതിന് ഉത്തരക്കടലാസ് മൂല്യനിർണ്ണയം ചെയ്യുന്ന അധ്യാപകന്റെ അവസ്ഥ എന്തായിരിക്കും? ഇന്ത്യയുടെ തലസ്ഥാനത്തെ പറ്റി ഒരു ചോദ്യം ചോദിച്ചാൽ ഇന്ത്യയുടെ തലസ്ഥാനം എന്താണെന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ചന്ദ്രയാൻ പദ്ധതിയെ പറ്റി പറയുമായിരിക്കും. ആ രീതിയിലുള്ള മറുപടി അല്ല ഇവിടെ പറയുന്നത്. അറിയാൻ പാടില്ലാത്തവരെ കളിയാക്കുന്നോടാ. അപ്പൊ ഇവര് പറയുന്ന വാദം എന്താ? കേന്ദ്ര സർക്കാർ കേരളത്തെ ശ്വാസം മുട്ടിക്കുന്നു. അപ്പൊ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് ഇവർ തന്നെ സമ്മതിക്കുന്നുണ്ടല്ലോ. അപ്പൊ കേന്ദ്ര സർക്കാർ ഈ കേരളത്തിലെ സാധാരണ മനുഷ്യന്മാരെ പട്ടിണിക്കിടുകയാണ് എന്ന് ഇവർ സമ്മതിച്ചു. അപ്പൊ ഇവരെന്താ ചെയ്യുന്നത്? ആ പട്ടിണിക്കിട്ടിരിക്കുന്ന സാധാരണ മനുഷ്യന്മാരെ, ആ പട്ടിണി കിടക്കുന്ന സാധാരണ മനുഷ്യന്മാരുടെ വയറ് വെട്ടി കുടലെടുത്ത് പുറത്തിടുന്ന സമീപനമല്ലേ ഇവർ കാണിക്കുന്നത്? മുതലാളിയുടെ കഷ്ടകാലം എന്നല്ലാതെ ഞാൻ എന്താ പറയാ.